കാസർഗോഡ് ലഹരിക്കേസിൽ യൂത്ത് ലീഗ് നേതാവായ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. അറങ്ങാടി സ്വദേശി അബ്ദുൾ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. മയക്കുമരുന്നും ഇതര സംസ്ഥാന മദ്യവും കടത്തിയ കേസിലാണ് ശിക്ഷ. 2019 ഫെബ്രുവരി 13-നാണ് കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കർണാടകയിൽ നിന്നാണ് കാസർഗോഡ് ഭാഗത്തേക്ക് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മദ്യവും മയക്കുമരുന്നും 2019 പിടികൂടിയത്. ആ കേസിൽ 6 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. ഈ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള അബ്ദുൾ ഷഫീഖ് മാത്രമാണോ കേസിലെ പ്രതി? ടോമെ, ഈ കർണാടക അതിർത്തി വഴി ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ കർണാടക വിദേശ മദ്യങ്ങളും ധാരാളം എത്താറുണ്ട്. പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതായത് ഈ സുള്ളിയിൽ നിന്നും ഇത്തരത്തിൽ കാറിൽ കടത്തുകയായിരുന്ന 13 ഗ്രാമോളം മയക്കുമരുന്നും അതോടൊപ്പം വിദേശ നിർമ്മിത മദ്യവും പിടികൂടിയ കേസിലാണിപ്പോൾ ഇത്തരത്തിൽ 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും അടക്കാനിപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇയാൾ ഈ പിഴ അടച്ചില്ലെങ്കിൽ ഇയാൾ അധിക തടവ് അനുഭവിക്കണമെന്നും കൂടി ഈ വിധി പ്രസ്താവനത്തിൽ പറയുന്നുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. ഈ പ്രത്യേകിച്ച് എല്ലാ പാർട്ടിക്കാർക്കും ഇതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് യൂത്ത് ലീഗ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരാൾ ഈ കേസിൽ പ്രതിയാകുകയും പിന്നീട് ഇയാളെ ശിക്ഷിക്കുന്നു എന്നതാണ് ഈ കേസിനെ ഗൗരവമാക്കുന്നത്. ഏതായാലും കുണ്ടാറിൽ വെച്ചാണ് ഈ 2019 ഫെബ്രുവരി 13-ന് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ വാഹനത്തിൽ സുള്ളിയിൽ നിന്നും കേരളത്തിലേക്ക് ഇത്തരത്തിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും കടത്തുകയായിരുന്നു. കുണ്ടാറിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇയാൾ മാത്രമാണ് ഈ കേസിലെ പ്രതിയായി ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്നത്തെ ആദൂർ CA ആയിരുന്ന പ്രേം സദനാണ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലുള്ള ഇയാളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടോം, തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിരീക്ഷണം വേണ്ടതാണ്, നടപടി വേണ്ടതാണ്. ഇയാൾക്കെതിരെ അന്ന് തന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നടപടി സ്വീകരിച്ചതാണ്. പക്ഷേ അതിനുശേഷം നമുക്കറിയാം യൂത്ത് ലീഗിൻ്റെ പ്രമുഖ നേതാവിൻ്റെ സഹോദരനിൽ നിന്നാണ് ലഹരി പിടിച്ചെടുത്തത്. അത് വലിയ വിവാദമൊക്കെ ആയതാണ് ഈ സമീപ ദിവസങ്ങളിൽ. അത്തരമൊരു നിരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്താത്തത്? കാരണം തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ പ്രാദേശിക നേതാക്കളാണെങ്കിൽ പോലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരാണേലും അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരാണേലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇതുപോലുള്ള പ്രവൃത്തികൾ പ്രത്യേകിച്ചും നമുക്കറിയാം അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പ്രാദേശിക നേതാക്കളിൽ നിന്നും ലഹരി പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കർശനമായ ഇടപെടൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമല്ലേ? തീർച്ചയായും ടോമെ, ഈ ലഹരി എന്ന വിപത്തിനെതിരെ വലിയ തോതിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കെല്ലാം ഇതിൽ വലിയ പങ്കുണ്ട്. ഇതിൽ ഈ ലഹരിക്കെതിരെയുള്ള പരിപാടി, ഈ ബോധവൽക്കരണം ഉൾപ്പെടെ നമുക്കറിയാം പല കേസുകളും സ്വന്തം പിതാവിനെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ലഹരിക്കടിമയായ മക്കൾ ചെയ്യുന്ന ഒരു കാലം ആണിപ്പോൾ. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള, അതായത് ടോം, നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഇപ്പോഴും ആറങ്ങാടി യൂത്ത് ലീഗ് ശാഖ പ്രസിഡന്റാണ്. ഈ വിധി വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഇയാളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിലാണ് ഈ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാവുന്നവർ ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ കർണാടക അതിർത്തിയിൽ നിന്നൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ ലഹരി ഗോവ തുടങ്ങിയ സംസ്ഥാനം, ഗോവയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും ഇത്തരത്തിൽ കേരളത്തിലൊക്കെ ലഹരി എത്തുന്നത് പലപ്പോഴും
കാസർഗോഡ് ജില്ലയിലെ ഈ തലപ്പാടി വഴി, അതുപോലെ തന്നെ ആദൂർ എന്നാൽ ഈ സുള്ളിയ മടിക്കേരി ഭാഗങ്ങളിലൂടെ വരുന്ന ഒരു വഴിയാണ്. ഈ ഭാഗത്ത് വലിയ പരിശോധനയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വഴിയുള്ള വലിയ തോതിലുള്ള കടത്തിക്കടത്തിൽ നടക്കുന്നത്. പ്രധാനമായും ഈ അനധികൃത ഈ വിദേശ മദ്യം വലിയ തോതിൽ ഈ ഭാഗങ്ങളിലൂടെ കടക്കുന്നു. പ്രത്യേകിച്ച് ഓണ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ പരിശോധന നടത്തുമ്പോൾ പിടികൂടുന്നതും. അങ്ങനെയുള്ള ഈ കർണാടകയിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും അതൊക്കെ യഥേഷ്ടം എത്തിക്കുകയും ഇവിടെ വലിയ തോതിൽ വലിയ ശൃംഖല ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘങ്ങളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഘത്തിലെ ഒരാളെയാണ് അന്ന് പിടികൂടിയത്. അതായത് 2019 നടന്ന ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ശിക്ഷാവിധി വരുന്നത്. നിലവിൽ ഇയാൾ ഇപ്പോഴും യൂത്ത് ലീഗിന്റെ ആറങ്ങാടി ശാഖ പ്രസിഡന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തയ്യാറാവുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരം നേരത്തെ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം, ഇതുപോലെ ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടും കഴിഞ്ഞ 6 വർഷം ഇയാൾക്ക് എങ്ങനെ ആ പദവിയിൽ യൂത്ത് ലീഗിന്റെ നേതൃപദവിയിൽ തുടരാൻ കഴിഞ്ഞു? ആരാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ, ലഹരി മാഫിയ സംഘത്തെ സംരക്ഷിക്കുന്നത്? മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മറുപടി പറയണ്ടേ? തീർച്ചയായും ടോമെ, ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഈ യൂത്ത് ലീഗ് ഇതുപോലുള്ള യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനയുടെ ഏതെങ്കിലും തരത്തിൽ ഭാരവാഹിത്വമോ അതല്ലെങ്കിൽ നേതൃത്വത്തിലോ ഇത്തരത്തിൽ കേസുകളിൽ പ്രതിയാവുന്നവർ ഒരു തരത്തിലും വരാൻ പാടില്ല. കാരണം അത്രത്തോളം വലിയ തോതിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ. അത് തുടച്ചു നീക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പോലും വലിയ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് പല നിർണായക മീറ്റിംഗ് ഒക്കെ നടക്കേണ്ട, അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. അത്തരം ആളുകളെ ഇനിയെങ്കിലും ഒരുപക്ഷെ പല പാർട്ടികളിലും ഉണ്ടായേക്കാം ഇത്തരത്തിൽ നേരത്തെ പിടിക്കപ്പെട്ട ആളുകൾ. ഇവരെ മാറ്റി നിർത്താൻ തയ്യാറാകണം എന്ന ഒരു ആവശ്യം തന്നെയാണ് പൊതുവെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. അവർക്ക് പല തരത്തിലുള്ള സംരക്ഷണയും ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഏതായാലും ഈ കേസിൽ ഇയാളെ 7 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയുമടക്കാൻ ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസകരം. പലപ്പോഴും ഇത്തരം കേസുകളിൽ ചിലപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ വെറുതെ വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേസിൽ ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കൃത്യമായ സാക്ഷിമൊഴികളിലൂടെ അത് പോലീസിന്റെയും കൃത്യമായ ശ്രമഫലത്തിലൂടെ ഇയാൾക്ക് ശിക്ഷ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഏതായാലും ഈ സ്ഥാനത്ത് നിന്നും ഇയാളെ മാറ്റാനുള്ള തീരുമാനം വന്നേക്കാം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാലും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇയാൾ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾ 7 വർഷമാണ് ഇയാൾക്ക് കഠിന തടവ് വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക കഠിന തടവ്. കാസർഗോഡ് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.